അള്ളാഹുവിന്റെ ദീന് പഠിക്കാൻ വേണ്ടി ഇറങ്ങി പുറപ്പെട്ടവരാണ് ഈ മുതല്ലിമീങ്ങൾ. ലോകത്തെ ഏറ്റവും വലിയ ഭാഗ്യവാന്മാർ. ഇവരോടൊപ്പം സ്കൂളിൽ പഠിച്ച കുട്ടി ചിലപ്പോൾ ഇന്ന് സുബഹിസ്കരിച്ചിട്ടുണ്ടാവില്ല, അജാദ് ഒരിക്കലും ചെല്ലുന്നുണ്ടാവില്ല, ഒരു ദിവസം പോലും പരിശുദ്ധ ഖുർആൻ തുറന്നു നോക്കുന്നുണ്ടാവില്ല. മദ്രസ പോകുന്നുണ്ടെങ്കിൽ അബദ്ധത്തിൽ അവിടുന്ന് തുറക്കും, അവിടുന്ന് മാത്രം. പിന്നെ ബാഗ് കൊണ്ടുവന്നിട്ട് വലിച്ചെറിഞ്ഞിട്ട് അവൻ അവൻ്റെതായ മേഖലയിലേക്ക് പോകും. പിറ്റേ ദിവസം രാവിലെ മദ്രസക്ക് പോകുന്നതിന്റെ മുമ്പ് ഡ്രസ്സ് മാറ്റിയിട്ട് ബാഗ് തെരഞ്ഞു നടക്കലാണ്. അവനും അറിയില്ല, ഉമ്മാക്കും അറിയില്ല എവിടെയെന്ന്. അവസാനം കണ്ടുപിടിച്ചിട്ട് പണ്ട് ആൽക്കമിഡിസ് യുറേക്കാമെന്നും പറഞ്ഞ് ഓടിയതുപോലെ മദ്രസിലേക്ക് ഓട്ടം വെക്കും. ഇത് പഠിക്കണില്ല, തുറക്കണില്ല, പിന്നൊന്നും വായിക്കണമൊന്നുമില്ല. നമ്മുടെ മുതല്ലിമീങ്ങൾ എന്നും കൃത്യമായി ഖുർആൻ ഓതുന്നു, യാസീൻ ഓതുന്നു, തബാറക ഓതുന്നു, ഹജ്ജാദ് ചെല്ലുന്നു. അവർ ദുആ ചെയ്തുകൊണ്ടേയിരിക്കുന്നു. ഇനി ഞാൻ പാനൂരിലായിരുന്നു, എനിക്ക് രാത്രി പ്രസംഗം. ആ വീട്ടിലൊരു മുതല്ലിം എന്നോടൊപ്പം നിസ്കരിക്കാൻ കൂടി. എൻ്റെ ചെറിയ കുട്ടി, ഏകദേശം 8ാം ക്ലാസ് പഠിക്കുന്ന അത്ര ചെറിയ കുട്ടി. നിസ്കാരം കഴിഞ്ഞ് എൻ്റെ ദുആയൊക്കെ കഴിഞ്ഞ് ഞാൻ എഴുന്നേറ്റിട്ടും മൂപ്പരാൾ ഇരുന്ന് ദുആർക്കണത് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. എനിക്കൊരു കൗതുകം തോന്നി.